UDF-ൽ ഇപ്പോൾ വികസന കാലമാണ്. പരമാവധി പേരെ മുന്നണിയിൽ ചേർക്കാൻ വലവീശി കാത്തിരിപ്പാണ്. PV അൻവറിന്റെ പാർട്ടി, CK ജാനുവിന്റെ പാർട്ടി എന്നീ നെത്തോലികൾ വലയിൽ കുടുങ്ങി. കൂടെ ഒരാളില്ലെങ്കിലും കുഴപ്പമില്ല, പാർട്ടികളുടെ എണ്ണം കൂട്ടണം. വലയിൽ കുടുങ്ങിയെന്നുറപ്പിച്ച വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പൊടിമീൻ അവസാന നിമിഷം വലയിൽ നിന്ന് പുറത്തിയാടി. BJP നേതൃത്വത്തിലുള്ള NDAയിൽ അംഗമായ പാർട്ടി അവഗണനയിൽ മടുത്താണ് ഇക്കരപ്പച്ച തേടിയത്. കേരളത്തിൽ NDAയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ BDJS-ൽ അവിടെ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJPയുടെ അവഗണനയിൽ അതൃപ്തി പുകയുന്നുവെന്നും അതിലെ ചില നേതാക്കൾ LDF, UDF നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്നുമൊക്കെയാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞത്. പിന്നെയാണോ വിഷ്ണുപുരത്തിന്റെ പാർട്ടി? അഭയം തേടി വിഷ്ണുപുരം ഇങ്ങോട്ട് വന്നതാണെന്നാണ് VD സതീശൻ പറയുന്നത്. പക്ഷെ ഒരു ചായ പോലും കൊടുക്കാതെ വിട്ടത് ശരിയായില്ല. ചർച്ചയ്ക്കെത്തിയ തങ്ങൾക്ക് ചായയും വടയും നൽകാനെങ്കിലും ഇടതുമുന്നണി നേതാക്കൾ ഔചിത്യം കാട്ടിയെന്ന് വിഷ്ണുപുരം പറയുന്നു. ഇടതുമുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം, RJD തുടങ്ങി ഇത്തിരി വലിയ മീനുകളെ വലയിൽ കൊടുക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം അത്ര വിജയം കാണുന്ന മട്ടില്ല. എന്നാൽ മറ്റൊരു നെത്തോലി പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസിനെ വേണമെങ്കിൽ കിട്ടും. ഒന്ന് വിളിച്ചാൽ ഓടിയെത്തും. പക്ഷെ വിളിക്കുന്നില്ല. ആർക്കും വേണ്ടാത്ത എടുക്കാച്ചിറക്കായിപ്പോയി. ഇടതുമുന്നണിക്കും വലിയ കാര്യമില്ല. ആദ്യം 4 സീറ്റൊക്കെ കൊടുത്ത് താലപ്പൊലിയും ആനയും അമ്പാരിയും ഒക്കെയായി AKG സെന്ററിലേക്ക് ക്ഷണിച്ചതാ. ആ 4 സീറ്റും മത്സരിച്ചെങ്കിലും തോറ്റു. ഇടതുമുന്നണി തരംഗമുണ്ടായിട്ടും ആ 4 സീറ്റും തോറ്റ് തൊപ്പിയിട്ടു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ജനപിന്തുണയുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ കഴിഞ്ഞ തവണ അതൊന്നായി. അത് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ CPM ആഞ്ഞു കുത്തിയിട്ടാണ് ജയിപ്പിച്ചെടുത്തത്. ഇത്തവണ അതും കാണില്ല. സ്കറിയ തോമസിന്റെ പാർട്ടിയെ അറിയാമല്ലോ. ആ പാർട്ടിയെ പോലെ സഹകരിപ്പിക്കും. അധികാരത്തിൽ വന്നാൽ ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൊടുക്കും. അതുകൊണ്ട് തന്നെ UDF വിളിച്ചാൽ പോകാൻ ഷർട്ട് ഇസ്തിരിയിട്ട് തേച്ചു മിനുക്കി കാത്തിരിക്കുക. വിഷ്ണുപുരത്തെ വരെ വിളിച്ചു. തങ്ങളെ മാത്രം ആരും വിളിക്കുന്നില്ലല്ലോ എന്നുള്ള പരാതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരാതിയുടെ കനം കൂടി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഇടതുമുന്നണിയെ കുറ്റവും പറഞ്ഞിരിക്കുക. കാരണം ഇടതുമുന്നണിക്കാരും അവരുടെ ഒരാളിനെ പോലും ജയിപ്പിച്ചില്ല പോലും. എന്തുകൊണ്ടാ UDF ഇവരെ മാത്രം വിളിക്കാത്തത്? PJ ജോസഫിന്റെ എതിർപ്പായിരിക്കും ചിലപ്പോൾ, അല്ലാതെ മറ്റൊരു കാരണവും കാണുന്നില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിളിക്കുമായിരിക്കും, വിളിക്കാതിരിക്കില്ല. കാരണം എണ്ണം തയ്ക്കണമല്ലോ. കാത്തിരിക്കാം.